പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ബൈബിൾ ബുക്സിലൂടെയുള്ളതായ യാത്രയിൽ നമുക്കൊരുമിച്ച് ഈ ലെസൺസ് പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 37-ാമത്തെ ലെസണാണ്. അതായത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചില അധ്യായങ്ങൾ പഠിച്ചപ്പോൾ തന്നെ 1-ാമത്തെ ലെസൻ്റെ 1 മണിക്കൂർ തീർന്നു. അതുകൊണ്ട് ഇന്ന് 38-ാമത്തെ ലെസണായിട്ട് യിരെമ്യാവ് പാർട്ട് 2 2-ാം ഭാഗം നമ്മളിന്ന് പഠിക്കുകയാണ്. അപ്പോൾ രണ്ട് ലെസൺ കൊണ്ട് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പഠനം നമ്മൾ പൂർത്തിയാക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ യിരെമ്യാവിനെ കുറിച്ചുള്ളതായ ആ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തുടർന്നുള്ളതായ കാര്യങ്ങളും മുഖവരകളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ആദ്യത്തെ 10 അധ്യായങ്ങളാണ് പഠിച്ചത്. അതിനുശേഷമുള്ള അധ്യായങ്ങൾ ഇന്ന് നമ്മൾ തുടരുന്നതാണ്. 8-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇങ്ങനെ ജാതികൾ ഉണ്ടാക്കുന്ന പ്രമാണങ്ങൾ ഉപയോഗിച്ച് മരത്തെയും കല്ലിനെയും നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പുറകെ പോകുകയോ അതിനെ ബഹുമാനിക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. കാരണം എന്താണ്? 12-ാമത്തെ വാക്യം പെട്ടെന്ന് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. നമ്മളുടെ ദൈവം സൃഷ്ടാവാണ്. അവൻ സർവശക്തനാണ്. അവൻ എന്തു ചെയ്തു? 12-ാമത്തെ വാക്യം, അവൻ തൻ്റെ ശക്തിയാൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ഈ ഭൂമിയെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. 1/3 വെള്ളത്തിൻ്റെ 1/3 ഭാഗം മാത്രം വലിപ്പമുള്ളതായ ഈ ഭൂമി, 2/3 ഭാഗം വെള്ളമാണ്. ആ വെള്ളത്താൽ മുങ്ങിപ്പോകാതെ ദൈവം സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനമിട്ട് അതിൻ്റെ അച്ചുതണ്ടിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി ദൈവം ഉണ്ടാക്കിയതാണ്. ഈ സൂര്യനെ ചുറ്റി അതിന് നമുക്ക് രാവും പകലും തരുവാൻ വേണ്ടി അതിനെ ചുറ്റുന്നതായ ഒരു ഭൂമിയെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ രാവും പകലും കിട്ടുവാൻ വേണ്ടി അച്ചുതണ്ടിൽ കറങ്ങുന്നതായ ഭൂമിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാത്രിയിൽ മങ്ങിയ പ്രകാശം തന്ന് നമ്മൾക്ക് നല്ല ഉറക്കം തരുവാൻ വേണ്ടി ആ ചന്ദ്രനെ സൃഷ്ടിക്കുന്നതായ ആ ദൈവത്തെ നമുക്ക് ഓർത്തിരിക്കണം. ചന്ദ്രനെന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ ചുറ്റിയിട്ട് 30 ദിവസം കൊണ്ട് ചുറ്റുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള തക്കതായ പ്രകാശം ലഭിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം. അപ്പോൾ അതോർത്തുകൊണ്ട് നമ്മൾ വായിക്കണം, അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. എത്രമാത്രം ടെക്നോളജിയാണ് ഈ യൂണിവേഴ്സിൽ. അവൻ ഈ ഒരു ചെറിയ ഭാഗം തന്നെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ബ്രഹ്മാണ്ഡ ഘടാകമായിട്ട് കിടക്കുന്നതായ ഈ യൂണിവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാരൊക്കെ വളരെ സൂക്ഷ്മതയോടെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുകയാണ്, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. എങ്ങനെയാണ് ഈ ആകാശത്തെ വിരിച്ചത്? നാം ആകാശത്തിലേക്ക് പോകുമ്പോൾ, പ്ലെയിനിൽ കൂടെ കടന്ന് മേഘങ്ങളുടെ മുകളിൽ കയറുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മേഘം കൊണ്ട് ഒരു വിരിവാണ്. ആകാശത്തിലേക്ക് എത്ര പോയി കഴിഞ്ഞാലും പിന്നെയും ആകാശം ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ആകാശം തന്നെ ആഫ്രിക്കയിൽ ചെന്നാലോ റഷ്യയിൽ ചെന്നാലോ അവിടെയും ഇതേ ആകാശം തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മളുടെ സൃഷ്ടാവിൻ്റെ ആ പ്രവർത്തനമാണ്, സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് ഉള്ള വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഈ വെള്ളവും മഞ്ഞുമൊക്കെ ആകാശത്ത് നിന്നും പുറപ്പെടുവിക്കുന്നവൻ അവനാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ചിന്തിക്കണം. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. ഈ കടലിൽ നിന്നൊക്കെ ആവി കയറ്റി മേഘങ്ങളെ അയച്ച് മഴ അയക്കുന്നു. ഇങ്ങനെ ഭൂമിയെ നനയ്ക്കുകയും മഴ നടുകയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ആ മനോഹരമായ കാര്യങ്ങളെ നമ്മൾ ഓർക്കണം. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന്
കാറ്റ് പുറപ്പെടുവിക്കുന്നു. നമ്മൾക്കാർക്കും കാണാൻ പാടില്ലാത്തതായ ഈ കാറ്റ് അവിടെ പുറപ്പെടുവിച്ച് മനുഷ്യർക്ക് വേണ്ടി ഈ പ്രവർത്തിക്കുന്നതായ ദൈവമാണ് എന്നാണ് നമ്മൾക്ക് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. ഇവിടെ ഒരു യഹോവ ഭക്തൻ്റെ പ്രാർത്ഥന, അത് നമ്മളുടെയും പ്രാർത്ഥനയായാൽ നല്ലതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതെ ഇരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ ശിക്ഷിക്കണം. നീ എന്നെ കോപത്തോടെ ശിക്ഷിച്ചാൽ ആ ദൈവ കോപത്തിൻ്റെ മുമ്പിൽ ആർക്കും നിൽപ്പാനായിട്ട് കഴിയുകയില്ല. എല്ലാവരും ബേണായി പോകും. എന്നാൽ ഹല്ലേലൂയ, ആ ദൈവ ഭക്തനായ ദാവീദ് പറഞ്ഞു, കോപത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, നീ ദയയുള്ളവനാകിയാൽ ആ ദയയോടുകൂടെ എന്നെ ശിക്ഷിക്കണമേ. ആ ശിക്ഷ നിൻ്റെ ന്യായത്തോടുകൂടെ എന്നെ ശിക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ആ കരുണയൊക്കെ ഓർത്തുകൊണ്ട് എന്നെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെയായി പോകും. കർത്താവിൻ്റെ സന്നിധിയിൽ ദയയോടും കൃപയോടും കൂടെ വാഞ്ചിച്ചുകൊണ്ട് വേണം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇല്ലാതെയായി പോകുന്നവരാണ്. ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് എന്നും നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് പോകാം. അവിടെ ഒരു ചോദ്യമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെരമ്യാവിൻ്റെ ഒരു ചോദ്യം. ദൈവഭക്തന്മാരും ചിലപ്പോൾ ആ ദൈവത്തിൻ്റെ വചനമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഈ ജനത്തിൽ നിന്നും തക്കതായ ഒരു മറുപടി കിട്ടുകയോ അല്ലെങ്കിൽ അതിനൊരു സ്വീകരണം കിട്ടുകയോ ചെയ്യാതെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സ് വളരെ ഭാരപ്പെടുമ്പോൾ ദൈവത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. യോബും ദൈവത്തോട് ചോദ്യം ചോദിച്ചു എന്ന് നമ്മൾക്ക് കേട്ടിട്ടുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ യെരമ്യാ പ്രവാചകൻ ഒരു ചോദ്യം ചോദിക്കുക 12-ാമത്തെ അധ്യായത്തിൽ. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നതും എന്ത്? നമ്മൾക്കറിയാം, ഈ യെരമ്യാ പ്രവാചകൻ ഈ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ദൈവത്തിൻ്റെ വായായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ചെന്ന് ഈ ദൈവത്തിൻ്റെ മെസ്സേജൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാക്കന്മാരുടെ അടുക്കളയിലേക്ക് ചെന്ന് ഈ വചനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, ദേവാലയത്തിൻ്റെ മുമ്പിൽ ചെന്ന് അറിയിക്കുന്നുണ്ട്, ഈ തെരുവിലൊക്കെ ചെന്ന് ഈ വചനങ്ങളൊക്കെ അവരോട് ഭയം കൂടാതെ പറയുന്നുണ്ട്. എന്നാൽ അവരാരും ഇത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. തന്നെ നിന്ദിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവമാണ് തങ്ങൾക്കുണ്ടായത്. എന്നാൽ നമ്മൾ ഇത്രയും വായിച്ചുവെങ്കിൽ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ യെരമ്യാ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ല എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്നെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളും താൻ പോയ സ്ഥലങ്ങളൊക്കെയും ഓരോ വർഷങ്ങളുടെ അടുക്കിൽ അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ തന്നെ ഇത് തിരഞ്ഞെടുത്ത് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദുഷ്ടന്മാർ, സങ്കീർത്തനക്കാരൻ പോലും പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഈ ദുഷ്ടന്മാരുടെ കണ്ണുന്തിയിരിക്കുന്നു, അവർ പന പോലെ തഴച്ചു വളരുന്നു. അതിൻ്റെ കാര്യമെന്താണ്? എന്നാൽ ഒടുവിൽ അവന് മനസ്സിലായി, ഞാൻ പിന്നീട് അതിലെ പോയപ്പോൾ അവനെ കണ്ടില്ല എന്ന് പറയുന്നത്. ഇവിടെയും യെരമ്യാവ് ആ ചോദ്യം തന്നെ ചോദിക്കുക, കർത്താവേ, ഞാൻ നിൻ്റെ വചനവുമായിട്ട് ന്യായത്തോടെ നീതിയോടുകൂടെ അവിടേക്ക് പോയിട്ടും ജനങ്ങളൊന്നും ഇത് കേൾക്കുന്നില്ല. അവരിതാ തടിച്ച് കൊഴുത്തിരിക്കുന്നു, അവർ പന പോലെ തളർത്തു വരുന്നു, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനെന്നാൽ ഇത് അടിയും കൊണ്ട് നിന്നെയും ഏറ്റുകൊണ്ട് നിൻ്റെ ഒരു പ്രവാചകനായിട്ട് നിൻ്റെ ശബ്ദവുമായിട്ട് മുൻപോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എന്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് യെരമ്യാവ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ അവിടെയും യെരമ്യാവ് ദൈവത്തോട് കോപിക്കുകയോ റിബല്യസ് ആകുകയോ ചെയ്യാതെ വളരെ ശാന്തമായിട്ട് വളരെ ക്ഷമാപൂർണനായിട്ട് നിൽക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് അവിടെ യെരമ്യാവിനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ
5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. ഒരു 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 ചോദ്യം ചോദിക്കുകയാണ് ദൈവം. അതിങ്ങനെയാണ്: കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും എന്ന് പറഞ്ഞാൽ, കാലാളുകളുടെ മനുഷ്യരോടുകൂടെ നീ ഓടി നീ ക്ഷീണിച്ച് പോയാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുതിരയോടുകൂടെ നീ ഓടുവാനായിട്ട് നിന്നെ വിളിച്ചു എന്നിരിക്കട്ടെ. ആ കുതിരയോടുകൂടെ ഓടിയാൽ നീ എങ്ങനെ മത്സരിച്ച് ഓടും? നിനക്ക് ഓടുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നീ ക്ഷീണിക്കരുതേ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ വന്നാൽ തന്നെയും, ഇതിനപ്പുറത്തായിട്ട് വലിയ കാര്യങ്ങൾ വന്നാലും അതിലും ദൈവം എന്നെ നടത്തും, ദൈവത്തിൻ്റെ ശക്തിയോടുകൂടെ ഞാൻ ഓടുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കും എന്നുള്ളതായ ധൈര്യത്തോടും വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടെ വേണം നമ്മളുടെ ഓട്ടം തികയ്ക്കുവാൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുതിരയോടുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. ഏലിയാവ് സാധാരണ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ കുതിരകളെ കെട്ടിക്കൊണ്ട് ഓടുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഓടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച് ശക്തീകരിച്ചതായ ഒരു മനുഷ്യനാണ് ഏലിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ഓർക്കുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അടുത്ത രണ്ടാമത്തെ ഒരു ഉദാഹരണം ദൈവം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. നീ ഇപ്പോൾ ജീവിക്കുന്ന ഇടത്ത് പ്രോബബ്ലി നിനക്ക് സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം, എന്നാൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ കണ്ടേക്കാം, ക്ഷീണങ്ങൾ കണ്ടേക്കാം, എന്നാൽ ഒരു കാര്യമുണ്ട്, നിൻ്റെ ആത്മാവിന് സമാധാനമുണ്ട്, നിൻ്റെ മനസ്സിന് സമാധാനമുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ദൈവം സമാധാനം തന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാൽ തന്നെയും, ഈ ലോക ജീവിതം പൂർത്തീകരിച്ചിട്ട് ഞാൻ എൻ്റെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും എന്നുള്ളതായ വലിയ പ്രത്യാശയാൽ നിറഞ്ഞ സമാധാനമുള്ളതായ ഹൃദയത്തിൽ കൂടെ ജീവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ഇപ്പോൾ സമാധാനമുള്ള ദേശത്ത് സമാധാനമായി ജീവിക്കാനുള്ളതായ സാധ്യതയുണ്ട്, എന്നാൽ യോർദാൻ നിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ യോർദാൻ കടന്നു വേണം നാം അപ്പുറത്തേക്ക് പോകുവാനായിട്ട്. ആ യോർദാൻ്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? യോർദാൻ്റെ വൻകാട്ടിൽ എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, സിംഹങ്ങളും കരടികളും പുലികളും ഒക്കെ നിറഞ്ഞതായ ആ സ്ഥലത്തൂടെ നമ്മൾ പോകേണ്ടതായ അനുഭവമുണ്ടായാൽ അവിടെ നീ എന്ത് ചെയ്യും എന്നുള്ളതായ ഒരു ചോദ്യം ദൈവം യിരെമ്യാവിനോട് ചോദിക്കുകയാണ്. നമ്മളുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളും ഒക്കെ വന്നാൽ തന്നെയും അവിടെയും ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്തുന്നവനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതായ പൂർണ്ണമായ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും ഭയം കൂടാതെ നേരിടുവാൻ ഒരു ദൈവഭക്തന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കേട്ട് അനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവനിമിത്തം രഹസ്യത്തിൽ കരയും. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇരുട്ട് ആകുന്നതായ ഒരു സമയം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് യഹൂദന്മാരോട് പറയുകയാണ്, ഇരുട്ടാകുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്ന ഒരു സമയമുണ്ട്. ഈ ബാബേൽ രാജാവൊക്കെ വരും, നിങ്ങളുടെ വീടും രാജാക്കന്മാരുടെ കൊട്ടാരവും വിട്ട് പർവ്വതങ്ങളിലേക്ക് ഓടും. എന്നാൽ ആ പർവ്വതങ്ങളൊക്കെ അന്ധകാര പർവ്വതങ്ങളായി തീരുന്നതായ ഒരു സമയമുണ്ട്. ഇരുട്ട് വരുന്ന സമയമുണ്ട്. എനിക്കിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് ഞാൻ കാണുന്നത്, ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നതായ ഒരു സമയം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയം വരുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ അതിന് മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പേ. യഹോവയ്ക്ക് നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവിൻ. എന്നിട്ട് യഹോവയ്ക്ക് മഹത്വം
കൊടുപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുത്തും വരുത്തും. നിങ്ങൾ കേട്ട് അനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവനിമിത്തം രഹസ്യത്തിൽ കരയും. ഇവിടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൻ്റെ ജനമായ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ പല ഉപമകളിൽ കൂടെ പഠിച്ചു. ഒരു ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ, ആ ഫസ്റ്റ് ലവ് പോലെയുള്ളതായ സ്നേഹമാണ്. ഒരു മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഉള്ളതായ സ്നേഹം, അപ്പനും മക്കളോടുള്ള സ്നേഹം പോലെ ആണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് എന്ന് ഇസ്രായേലിനോട് അന്ന് അവരോട് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് നമ്മളോടും അതുതന്നെയാണ്. ഈവൻ ഈ പുതിയ നിയമത്തിലും ഈ വെളിപ്പാട് പുസ്തകം വരെയും നമ്മളോട് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ ദൈവം ഈ ശിക്ഷ അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് കൊടുത്ത് അവർ നശിച്ചു പോകുമ്പോൾ, അന്ധകാരത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ശത്രുവിൻ്റെ കയ്യിൽ പെട്ട് ഉഴലുമ്പോൾ എന്താണ് ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ദൈവം അല്പം ഒന്ന് മാറിയിരിക്കുകയാണ്, അല്പം മൗനമായിട്ടിരിക്കുകയാണ്. അവിടെ എന്നിട്ട് എന്താണ് അവൻ പറയുന്നത്? അവിടെ പറയുന്നത്, നിങ്ങൾ കേട്ട് അനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവനിമിത്തം രഹസ്യത്തിൽ കരയും. അവൻ മാറിയിരുന്ന് കരയുന്ന ദൈവം. എൻ്റെ മക്കൾ ഞാൻ ഉപദേശിച്ചിട്ടും കേൾക്കുന്നില്ലല്ലോ, അവർക്ക് ഈ നല്ല പാതയിൽ നടക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, ഈ ശത്രുവിൻ്റെ കയ്യിൽ അവരകപ്പെട്ടു പോയല്ലോ, അവരുടെ കയ്യിൽ അടിമകളായിട്ട് വേല ചെയ്യുന്നല്ലോ, അവരുടെ ചങ്ങല ഇവരുടെ കഴുത്തിലാണല്ലോ കിടക്കുന്നത് എന്നൊക്കെ കണ്ടുകൊണ്ട് രഹസ്യത്തിൽ കരയുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ ഇന്നത്തെ കാലത്തും ഇത് വളരെ അന്വർത്ഥവും അനിവാര്യവുമായ ഒരു കാര്യമാണ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഈ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകുമ്പോൾ ദൈവം അവിടെ ഇരുന്ന് രഹസ്യമായിട്ട് കരയുകയാണ് എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ഹൃദയം ഉരുകുകയാണ്, വേദനപ്പെടുകയാണ്. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോയാൽ എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇന്നത്തെ കാലത്തും പറയുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ വചനം ഓരോ രീതിയിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നിരാകരിക്കാതെ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമ്മൾ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ആ പാപത്തിന് യാതൊരു ക്ഷമയും കിട്ടത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. മറ്റുള്ള എല്ലാ പാപങ്ങളെയും ദൈവം ക്ഷമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഓർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും തള്ളിക്കളഞ്ഞിട്ട് സാത്താൻ്റെ ആത്മാവിനെ എടുക്കുന്നവർക്ക് ഒരു ക്ഷമയും കിട്ടത്തില്ല എന്നുള്ളത് ഒരു എക്സ്ക്ലൂഷനായിട്ടാണ് പാപങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ അറിയിക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും നമ്മൾക്ക് വേഗം 18-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് പോകാം. അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്താണ് യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. യിരെമ്യാവിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം അവനോട് പറയുക, നീ കുശവൻ്റെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പാഠം പഠിക്കണം. എന്താണ് ചുരുക്കമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ, കുശവൻ്റെ കയ്യിൽ ഉണ്ടാക്കിയതായ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്നുള്ളതായ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രാക്ടിക്കൽ ലെസണാണ് ഈ ദൈവം ഈ യിരെമ്യാവിനെ പഠിപ്പിച്ചിട്ട് ഈ തൻ്റെ ജനമായ ഇസ്രായേലും ഇങ്ങനെ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഇരിക്കുന്നതായ ദൈവത്തിൻ്റെ കയ്യിൽ മെനയപ്പെട്ടതായ ഈ പാത്രമായ ഇസ്രായേൽ ജനം ചീത്തയായിപ്പോയി എങ്കിൽ തന്നെയും
അതിനെ വീണ്ടും മെനഞ്ഞൊരു നല്ല പാത്രമാക്കി തീർക്കുവാൻ ഈ നല്ല കുശവനായി എനിക്ക് സാധിക്കും എന്നുള്ളതായ ആ പാഠം പഠിപ്പിച്ചിട്ട് അവരെ വിടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ദൈവം സംസാരിക്കുകയും ജനങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് ഇവിടെ കാണുന്നത് ആലയത്തിൻ്റെ പ്രധാന വിചാരകനായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യെരമ്യാ പ്രവാചകനെ അടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആലോചന ആലയത്തിൻ്റെ പുറത്ത് ആലയത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് അവിടെ വരികയും പോവുകയും ചെയ്യുന്ന ജനങ്ങളോട് വെളിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? യഹോവയുടെ ആലയത്തിൻ്റെ പ്രധാന വിചാരകനായ പശ്ഹൂർ പുരോഹിതൻ ഇത് കേട്ടിട്ട് യെരമ്യാ പ്രവാചകനെ അടിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രവാചകനായിട്ട് മെസ്സേജുമായിട്ട് അയച്ചതായ ഈ പ്രവാചകനെ അടിക്കുവാനാണ് ഈ പശ്ഹൂർ പുരോഹിതൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അടിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവരെന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ ഈ പ്രവാചകനായ യെരമ്യാവിനെ അവനെന്ത് ചെയ്തു? യഹോവയുടെ ആലയത്തിന് അരികെയുള്ള മേലത്തെ ബെന്യാമിൻ ഗോപുരത്തിലെ ആമത്തിലിട്ടു എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഉപദ്രവങ്ങൾ നേരത്തെ ഒക്കെ ഉണ്ടായി എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലാത്തത് കൊണ്ട് ഇവിടെയാണ് ഇങ്ങനെ ആമത്തിലിടുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയുള്ളതായ സങ്കടകരമായ വേദനയുള്ളതായ കാര്യങ്ങൾ കൂടെ ഈ യെരമ്യാ പ്രവാചകൻ തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു കുടുംബ ജീവിതം പോലും ഇല്ലാതെ ഭാര്യയോ മക്കളോ ഒരു സപ്പോർട്ടിനില്ലാതെ ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് ഇങ്ങനെ പോകുന്നതായി ഈ മനുഷ്യൻ ഈ ഉപദ്രവങ്ങൾ ഈ പുരോഹിതന്മാരുടെയൊക്കെ ശാസനകളും അടിയും തടങ്കൽ ജീവിതവും ഒക്കെ കേട്ടണം. ആമത്തിലിട്ട് കാലും കൈയുമൊക്കെ കെട്ടിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ തൻ്റെ ഭാഷയിൽ ദൈവത്തോട് പറയുക. എന്താണ് പറയുന്നത്? 20-ൻ്റെ 7-ാമത്തെ വാക്യം, യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം പഠിച്ചപ്പോൾ എന്ന് പറഞ്ഞു, കർത്താവേ, ഞാനൊരു ബാലനാണ്, എനിക്ക് സംസാരിപ്പാൻ അറിയത്തില്ല. ആ വലിയ മനുഷ്യരോട്, പുരോഹിതന്മാരോടും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരോടും പണക്കാരോടും പൊളിറ്റീഷ്യൻസോടും ഒക്കെ ഞാനിത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നീ ബാലനാണെന്ന് പറയരുത്, ഞാൻ നിൻ്റെ വായിൽ തരുന്ന വാക്കൊക്കെ നീ സംസാരിച്ചാൽ മതി, ഞാൻ അയക്കുന്നിടത്ത് നീ പോകണം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ സമ്മതിപ്പിച്ചതാ കർത്താവേ. അത് ഓർത്തുകൊണ്ടാണ് അവൻ പറയുന്നത്, യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ചെയ്തു, ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു, നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു, ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു എന്നാണ് പഴയ നിയമത്തിലെ ഈ വലിയ പ്രവാചകനായ. ഇന്നത്തെ കാലത്ത് ഈ സംഭവങ്ങളൊക്കെ നടന്നു, ബാബേൽ രാജാവ് വന്നു, ഈ ബാബേലിലേക്ക് ഇവരെ കൊണ്ടുപോയി. ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇതെല്ലാം സംഭവിച്ചു എന്ന് കണ്ട് മനസ്സിലാക്കിയ ഇസ്രായേൽ തങ്ങളുടെ ഒരു വലിയ പ്രവാചകനായിട്ടാണ് ഇന്ന് യെരമ്യാവിനെ കണ്ടതെങ്കിൽ അന്ന് ഇവനെ മനസ്സിലാക്കിയില്ല, അവൻ പറഞ്ഞതായ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്തും ഇത് വളരെ പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ കാലത്ത് സുവിശേഷമായിട്ട് പോകുന്നതായ അനേകരെ
ജീവിതത്തിൽ പലവിധമായ ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ യെരമ്യാ പ്രവാചകനോട് ചേർന്ന് പല ദൈവദാസന്മാർക്കും ഇങ്ങനെ പറയുവാനായിട്ടുള്ളതായ ഇട വരുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. ഇങ്ങനെ യഹോവയുടെ വചനം എനിക്കിടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. പ്രത്യേകാല സുവിശേഷ വിരോധികൾ ഒക്കെ ഉള്ളതായ നമ്മുടെ നാടുകളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിൽ കൂടെയാണ് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. 21 അധ്യായത്തിൻ്റെ 1 വാക്യം നമ്മൾക്ക് നോക്കാം. 21 അധ്യായത്തിൻ്റെ 1 വാക്യം. സിദക്കിയ രാജാവ് മൽക്യാവിൻ്റെ മകനായ പശൂരിനെയും മയസേയാവിൻ്റെ മകനായ സെഫന്യാ പുരോഹിതനെയും യെരമ്യാവിൻ്റെ അടുക്കൽ അയച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തൻ്റെ സകല അത്ഭുതങ്ങൾക്ക് ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ യെരമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. ഇവിടെ സിദക്കിയ രാജാവ് എന്ന് പറയുമ്പോൾ ഒടുവിലത്തെ യഹൂദയിലുള്ളതായ ഒരു രാജാവാണ്. ആ സമയങ്ങളിലാണ് ഈ ബാബിലോണിൽ നിന്നും നെബൂഖദ്നേസറും സൈന്യവും ഒക്കെ ഇവരെ യുദ്ധം ചെയ്ത് പിടിക്കേണ്ടതിന് വേണ്ടി അവർ കടന്നു വരുന്നത്. ഈ യെരുശലേം മതിലിന് ചുറ്റുമായിട്ട് ഇവർ വന്ന് പാളയം അടിക്കുകയാണ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വെളിയിലോട്ടോ അകത്തോട്ടോ പോകുന്നതിനുള്ളതായ സാധ്യതകളൊന്നുമില്ല. എല്ലാ ഗേറ്റുകളും ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ യാതൊരു വിധമായ സാധനങ്ങൾ ഒക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനോ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തയക്കുന്നതിനോ സാധ്യമല്ലാതെ അതിനാണ് നിരോധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാബിലോൺകാർ വന്ന് പട്ടണത്തെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പട്ടണത്തെ ചുറ്റും വളഞ്ഞ് അകത്തോട്ടോ പുറത്തോട്ടോ പോകുവാൻ വയ്യാതെ അവർ അങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ബുദ്ധിമുട്ടിലായപ്പോൾ ഇതാ യെരമ്യാ പ്രവാചകനെ ഈ രാജാവ് വിളിച്ചിട്ട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പ്രവാചകനല്ലയോ? നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. ഒരു പക്ഷേ ദൈവം ഈ ബാബിലോണിൽ നിന്ന് വന്നതായ നെബൂഖദ്നേസർ രാജാവ് തിരിച്ചു പോകുവാനായിട്ട് ഇടയായേക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ സൂത്രത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ളതായ ഒരു ആലോചനയാണ് ഈ യെരമ്യാവിനോട് പറയുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 22 അധ്യായത്തിൻ്റെ 1 വാക്യം നമ്മൾക്ക് വായിക്കാം. ഇവിടെ പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ യഹൂദ രാജാവിൻ്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്കുക. ദാവീദിൻ്റെ സിംഹാസനം ഇരിക്കുന്ന യഹൂദ രാജാവ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രാജാക്കന്മാരോടും രാജാക്കന്മാരുടെ അരമനകളിലും നീ ഭയം കൂടാതെ ചെന്ന് ഞാൻ പറയുന്ന വചനം പറയണം എന്നുള്ളതായ കാര്യം ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് ക്രോണോളജിക്കൽ ഓർഡർ അല്ലാതെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എന്താണ് ഇങ്ങനെ ഈ വചനം പ്രസ്താവിക്കുക? എന്താണ് വചനം? ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദ രാജാവെ, ഈ സിദക്കിയ രാജാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീയും നിൻ്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടെ കടക്കുന്ന നിൻ്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. അപ്പോഴും ഒരു അഡ്മോണിഷൻ ആണ് പറയുന്നത്. യഹോവയുടെ വചനം കേൾക്കുവാൻ നിനക്ക് വീണ്ടും അവസരമുണ്ട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചതിനെ പീഡകൻ്റെ കയ്യിൽ നിന്നും വിടുവിപ്പീൻ. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയും അരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ
ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും. ഈ വചനം കേട്ടനുസരിക്കയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകും എന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയായിട്ട് യെരമ്യാവ് ഈ ഒടുവിലത്തെ രാജാവായ സെദക്കിയാവിനോട് പറയുക, രാജാവേ, ദൈവത്തിൻ്റെ വചനപ്രകാരം ന്യായം പ്രവർത്തിക്ക്, നീതി പ്രവർത്തിക്ക്, വചനമനുഷ്ഠിക്ക്. അങ്ങനെയാണെങ്കിൽ ദാവീദിൻ്റെ സന്തതികളായി ഈ രാജാക്കന്മാരൊക്കെ ഈ അരമനയിൽ കൂടെ കയറുകയും ഇറുകയും ഇവിടെ ഇത് അനുഭവിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ എന്തു ചെയ്യും? 5-ാമത്തെ വാക്യം, അല്ലെങ്കിലോ ഈ വചനം കേട്ടനുസരിക്കുകയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകും എന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുകയാണ്. രാജാവിനോടുള്ള കാര്യം എന്തു തന്നെ സംഭവിച്ചാലും അതിൻ്റെ റിസൾട്ടൊന്നും ഗണ്യമാക്കാതെ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ച് കളയും എന്നുള്ളതായ സത്യം വിളിച്ച് പറയുകയാണ്. ഇന്നത്തെ കാലത്തും നമ്മളും അതുതന്നെയാണ് ചെയ്യേണ്ടത്. യെരമ്യാ പ്രവാചകനെ പോലെ ആ വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിച്ച് നമ്മൾ ജീവിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്കൊരു സ്വർഗീയ ജീവിതമുണ്ട്. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇന്നത്തെ കാലത്തും ബാധകമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ന്യായവിധിയിൽ അകപ്പെടും. സ്വർഗത്തിൽ പോകേണ്ടതിന് പകരം നരകത്തിൽ പോകേണ്ടി വരും. ന്യായവിധി ആണ് വെച്ചിരിക്കുന്നത്. 2 ഓപ്ഷൻ. ഏതും സ്വീകരിക്കാൻ ഇപ്പോഴും ജീവനുള്ളവരുടെ ദേശത്ത് ജീവിക്കുന്ന നമുക്ക് അവകാശമുണ്ട്, അവസരമുണ്ട് എന്നാണ് ഈ വചനം, പഴയ നിയമത്തിലെ വചനം നമ്മളോട് ഇന്നും സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. 23-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 23-ന്റെ 5-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ വേറൊരു സബ്ജക്റ്റാണ് ഈ പ്രവാചകനിൽ കൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 23-ന്റെ 5 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരുന്നു. ദാവീദിൻ്റെ മുള എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. പഴയ കാലത്ത് തന്നെ അത് ഈ യെശയ്യാവും ഈ കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് വരുവാനുള്ള ഒരു മശിഹ വരും, ദാവീദിൻ്റെ മുളയായിട്ട് എന്ന് ഉള്ളതായ അപ്രവചനം ഇസ്രായേലിൻ്റെ കാലത്ത് ഈ മശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതായ ആ ചരിത്രം നമ്മൾക്ക് അറിയാം. അപ്പോൾ ആ പ്രവചനം പറയുകയാണ്, ഒരു സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി ദാവീദിൻ്റെ മുളയായ മശിഹ ഇവിടേക്ക് കടന്നു വരും, ഉത്ഭവിപ്പിക്കുന്ന കാലം വരുന്നു. അവൻ രാജാവായി വാണ ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേര് പറയും. സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ആ മശിഹായവൻ ഈ ലോകത്തിലേക്ക് രണ്ടാമത് പ്രത്യക്ഷനായിട്ട് വന്ന് ഒലിവുമലയിൽ കാൽവെച്ചുകൊണ്ട് ഇസ്രായേലിൽ തൻ്റെ സിംഹാസനം സ്ഥാപിച്ചുകൊണ്ട് സകല ജാതികളെയും ഈ ഭൂമിയിൽ ന്യായം വിധിക്കുന്നതായ ഒരു കാലമുണ്ട്. അത് ഇസ്രായേലിൻ്റെ മശിഹയായിട്ട് വരുന്നതായ കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇരുപത്തിമൂന്നിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കാണുന്നതായ ഒരു ആലോചന, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജ ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്ന് ഉള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അന്നും യെരമ്യാ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ളതായ നേരിട്ടുള്ളതായ വചനം എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ കാണുന്നതായ വചനം പറയുന്നത് പോലെ പറഞ്ഞപ്പോൾ അതിന് എതിരായിട്ട് വേറൊരു കൂട്ടം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആ പ്രവാചകന്മാർ പറയുന്നത് ഈ രാജാക്കന്മാരെയും ജനങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുന്നതായ മെസ്സേജാണ്. അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കുന്നതായ കാര്യം അവർ പറഞ്ഞില്ല. അവർക്ക് വളരെ ഇഷ്ടമുള്ള പ്രവചനമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ
നെബൂഖദ്നേസർ രാജാവ് ഇവിടേക്ക് വരും, യുദ്ധം ചെയ്യും, എന്നാലും അവർ നിങ്ങളെ ഒന്നും ജയിക്കാനായിട്ട് പോകുന്നില്ല. ദൈവം അവരെ അങ്ങ് തിരിച്ചങ്ങ് അയക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളിവിടെ തന്നെ താമസിക്കും, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഈ യെരമ്യാവ് പറയുന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ലഘുവായി ശുശ്രൂഷിച്ചുകൊണ്ട് ഈ രാജാക്കന്മാരെയും പണക്കാരെയും ജനങ്ങളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു കൂട്ടം റിലീജിയസ് ലീഡേഴ്സിനെയാണ് ഇവിടെ ഈ യെരമ്യാവ് ഈ വചനത്തിൽ കൂടെ, അല്ലെങ്കിൽ ദൈവം തൻ്റെ വചനത്തിൽ കൂടെ വരച്ച് കാട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. 23-29 വാക്യം നമ്മൾക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്നതായ ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ വചനമെന്ന് പറയുന്നത് എന്താണ്? തീ പോലെയാണ്. ഏതിനെയും കത്തിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. പാറയെ തകർക്കുന്നതായ ചുറ്റിക പോലെയാണ്. ഏത് ഹൃദയത്തെയും, കഠിന ഹൃദയത്തെയും ദൈവത്തിൻ്റെ വചനം അതിലേക്ക് കടന്നു ചെന്നാൽ അത് വളരെ സോഫ്റ്റാക്കുന്നതാണ് എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ കാലത്തും ഏത് കാട്ടുമനുഷ്യനെയും അല്ലെങ്കിൽ ഏത് നരഭോജിയെയും ദൈവസ്നേഹിയാക്കി, മനുഷ്യസ്നേഹിയാക്കി, ദൈവത്തെ സ്നേഹിക്കുന്നവരാക്കി തീർക്കുവാൻ ഈ വചനത്തിന് സാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഇനി 25-11 വാക്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം. 25-11 ഇങ്ങനെയാണ് പറയുന്നത്, ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദേയരുടെ ദേശത്തു നിന്ന് അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ഭാവി കാലത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രവചനമാണ്. ഇസ്രായേൽ മക്കളോട് അന്നത്തെ കാലത്ത് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സമയത്ത് ബാബേൽ രാജാവിന് അടിമകളായിത്തീരും. നിങ്ങളെ പിടിച്ചുകൊണ്ട് അവിടേക്ക് പോകും. ബാബേൽ ദേശത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നും അവിടെ പാർക്കുവാനായിട്ടുള്ളവരല്ല. ദൈവത്തിൻ്റെ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 70 വർഷം നിങ്ങൾ പ്രവാസികളായി ബാബേലിൽ ജീവിച്ചിട്ട് ആ ബാബിലോൺ രാജാവിനെ മറ്റൊരു രാജാവ് വന്ന് തോൽപ്പിച്ച് അതിനെ ശൂന്യമാക്കിയിട്ട് കോരേശ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ച് ഈ യഹൂദന്മാർക്കെല്ലാം ഫ്രീ ആയിട്ട് എല്ലാവിധമായ തുണകളും നൽകിക്കൊടുത്തുകൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങി യഹൂദാദേശത്തേക്ക് കടന്നു വന്ന് ആലയം പണിയുന്നതിനുള്ളതായ ഒരു സാവകാശം ദൈവം കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും എന്നാണ് ഈ പ്രവചനം അവരോട് അന്നത്തെ കാലത്ത് യെരമ്യാ പ്രവാചകൻ അറിയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ദാനിയേലിൻ്റെ ജീവിതമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. ദാനിയേൽ വീണ്ടും നമ്മൾ പഠിക്കും. ആ സമയത്ത് ഈ യെരമ്യാ പ്രവാചകൻ പറഞ്ഞതായ പ്രവചനം സൂക്ഷ്മമായിട്ട് പഠിച്ചതിന് ശേഷമാണ് 70 വർഷം തികഞ്ഞപ്പോൾ ഇതാ കോരേശിൻ്റെ അടുക്കലേക്ക് ദാനിയേൽ കടന്നു ചെല്ലുന്നു. ഈ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നീ ഈ ജനങ്ങളെ വീണ്ടും ഈ യഹൂദാദേശത്തേക്ക് കടത്തി വിട്ടിട്ട് തിരിച്ചു പോകുവാൻ അനുവദിക്കുകയും ആലയം പണിയുവാനായിട്ടുള്ള എല്ലാ ശുപാർശകളും സഹായവും നൽകും എന്നുള്ളതായ കാര്യം യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ കോരേശ് രാജാവ് ജനങ്ങളെ അവിടേക്ക് തിരിച്ചുവിടുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചത്. ഈ പ്രവചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നേരത്തെ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അന്ന് ഒരു കൂട്ടം പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആഹാബിൻ്റെ കാലത്ത്
തൻ്റെ ഭാര്യയായിരുന്ന ഇസബേലിന് 400 പ്രവാചകന്മാരെ ശമ്പളം കൊടുത്ത് രാജകൊട്ടാരത്തിൽ ആക്കിയിരിക്കുന്നത് പോലെ ദൈവത്തോട് യാതൊരുവിധമായ ബന്ധവുമില്ലാത്ത പ്രവാചകന്മാർ ഈ സമയത്തും ഉണ്ടായിരുന്നുവെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ഈ 27-14 ദൈവം പറയുന്ന വാക്ക്. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അങ്ങനെ പറയുന്ന അനേകം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവർ ഭോഷ്കത്രേ പറയുന്നത്, നിങ്ങളോട് പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലുള്ളത് ഭോഷ്കിൻ്റെ ആത്മാവാണ്, ഭോഷ്കാണ് അവർ പ്രവചിക്കുന്നത്. ദൈവം പറയുക, ഞാൻ അവരെ അയച്ചിട്ടില്ല, എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നശിച്ചു പോകുവാൻ തക്കവണ്ണം അവർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നിങ്ങളും ഈ പ്രവാചകന്മാരും എല്ലാം ഇങ്ങനെ നശിച്ചു പോയി പ്രവാസത്തിലേക്ക് പോകുവാൻ വേണ്ടി അവർ ഭോഷ്ക് സംസാരിക്കുകയാണ് എന്ന് ദൈവം സാക്ഷീകരിക്കുന്നതായ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 22 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രവചനം നോക്കുക. അത് ഇങ്ങനെയാണ്: അവയെ ബാബലിലേക്ക് കൊണ്ടുപോകും, ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും, പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ആലയത്തിലുള്ളതായ ഉപകരണങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ്. ആലയത്തിലുള്ള ഉപകരണങ്ങൾ എല്ലാം ഈ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് കൊണ്ടുപോകും എന്നും അവരെ മടക്കി വരുത്തുമ്പോൾ ഈ ഉപകരണങ്ങൾ സഹിതം അതെല്ലാം തിരികെ യഹൂദ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതായ കാലം വരുന്നു എന്നുമാണ് യെരമ്യ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ കൂടെ ഇവിടെ അറിയിക്കുന്നത്. 31 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം. അതിൻ്റെ 15 വാക്യത്തിൽ ഒരു പ്രവചനം കാണുന്നത് നോക്കുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായ കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെ കുറിച്ച് കരയുന്നു, അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. ഒരു പ്രവചനമാണ്. ഈ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദയിൽ നിന്നും ഈ രാജകൊട്ടാരത്തിലുള്ളതായ മക്കളും മറ്റുള്ള അനേകരെയൊക്കെ ബന്ധിച്ചുകൊണ്ട് ഈ നദീതീരത്തേക്ക് കൊണ്ടുചെല്ലുന്നു. അവിടെ നിന്നും ആ നദീതീരത്തിൽ നിന്നും അവരെ ബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ബാബിലോണിലേക്കുള്ളതായ യാത്ര. അവിടെ പോകുന്നതിന് മുമ്പായിട്ട് ചിലരെയൊക്കെ ചൂസ് ചെയ്യുന്നു. കൊള്ളരുതാത്ത ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റി കളയുന്നു. അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരെയും ബന്ധിച്ചുകൊണ്ട് അടിമകളായിട്ട് പ്രവാസികളായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്നു എന്നുള്ളതായ ശബ്ദമാണ് കേൾക്കുന്നത്. ഇസ്രായേൽ തൻ്റെ മക്കളെ ചൊല്ലി ഒരു വലിയ ഒരു കൂട്ടക്കരച്ചിലാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നതായ അവസരത്തിൽ ആ റാഹേലിൻ്റെ കരച്ചിൽ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുമാത്രമല്ല പറയുന്നത്, അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. ഏത് രീതിയിലാണ് ആശ്വാസം പ്രാപിപ്പാനായിട്ട് അവൾക്ക് സാധിക്കുന്നത്? എന്നേക്കുമായിട്ട് ഇവർ പോവുകയാണല്ലോ, സ്വദേശം വിട്ടു പോവുകയാണല്ലോ, എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു പോയല്ലോ, അവരുടെ ചങ്ങലയാണല്ലോ ഇവർക്ക് അവകാശമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാമയിൽ ഒരു വലിയ കരച്ചിൽ കെട്ടു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് മറ്റ് പല ഭാഗങ്ങളും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നതായ സമയത്തും ഇതുപോലെ വലിയ ഒരു കരച്ചിലിൻ്റെ മുഴക്കം കേട്ടതായിട്ട് നമ്മൾക്ക് പഠിക്കുവാനായിട്ടുണ്ട്. എന്നാൽ സമയ ചുരുക്കത്താൽ ആ വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇനിയും 33 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 31 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു.
സമയക്കുറവിനാൽ 33-ന്റെ 2-ാമത്തെ ഭാഗം ഞാനിവിടെ വായിക്കുകയാണ്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇവിടെ പറയുമ്പോൾ പഴയ നിയമം, കല്ലിൽ എഴുതിയതായ ആ നിയമം മാറ്റിയിട്ട് ഒരു പുതിയ നിയമം ഞാൻ എൻ്റെ മക്കൾക്ക് നൽകിക്കൊടുക്കുന്ന ഒരു കാലം വരുന്നു എന്നാണ് ഇവിടെ പ്രവാചകൻ പ്രവചിക്കുന്നത്. അത് എങ്ങനെയാണ് ആ പുതിയ നിയമം വരുന്നത്? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. കല്ലിൽ പുറത്ത് എഴുതിയിരിക്കുന്നതായ ന്യായപ്രമാണം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന ന്യായപ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കും. അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതുന്ന കാലം വരുന്നു. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിട്ടും ഇരിക്കും എന്നാണ് ഈ വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് ഇത് വളരെ അർത്ഥവത്തായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ കല്ലിലും ഒക്കെ എഴുതിയിരിക്കുന്നതായ ആ പഴയ ന്യായപ്രമാണത്തിൽ ഇരിക്കുന്നവരല്ല. പുതിയ ഈ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തന്നെ ദൈവത്തിന് എഴുതുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരിച്ച് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ മുൻപോട്ട് പോകുന്നവരാണ് നമ്മൾക്കും ഈ പ്രവചനം ബാധകമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. 32-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: അന്ന് ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരുശലേം മതിലിൻ്റെ ചുറ്റുമായിട്ട് വന്നിട്ട് എല്ലാ ഗേറ്റുകളിലെ വെളിയിലും ഇരുന്നിട്ട് ഒരു ഗേറ്റ് പോലും തുറക്കുവാൻ പാടില്ലാതെ നിരോധിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അകത്തോട്ടും പുറത്തോട്ടും വിടാതെ ശ്വാസം മുട്ടിച്ച് ഇരിക്കുന്നതായ ചില മാസങ്ങളോ വർഷങ്ങളോ ആണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യെരമ്യാ പ്രവാചകനോ യഹൂദ രാജാവിൻ്റെ അരമനയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്നും യഹൂദ രാജാവായ സിദക്കിയാവ് കൽദയരുടെ കയ്യിൽ ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അവൻ സിദക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും എന്ന് പറയുന്നതായ ഒരു പ്രവചനമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ 10-ാം ആണ്ടിൽ സിദക്കിയാവ് 10 വർഷം അവിടെ ഭരിക്കുന്നു. അതുപോലെ തന്നെ നെബൂഖദ്നേസർ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ, അങ്ങനെയാണ് ആ കണക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ബാബേൽ രാജാവ് ഈ യഹൂദ രാജ്യത്തെ കടന്ന് വരികയും യെരുശലേമിനെ നിരോധിക്കുകയും ചെയ്തതായ ചരിത്രമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഈ യെരമ്യാവ് എവിടെയാണ്? അരമനയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ആമമിട്ടിട്ട് അവനെ അവിടെ അടച്ചിട്ടിരിക്കുന്നതായ കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യെരമ്യാ പ്രവാചകൻ അന്ന് വരെയും ചില വർഷങ്ങളായിട്ട് പറയുന്നതായ ഈ കാര്യങ്ങളെ ഒന്നും തന്നെ മനസ്സിലാക്കുകയോ ഗണ്യമാക്കുകയോ ചെയ്യാതെ ഈ സത്യം വിളിച്ചു പറഞ്ഞതായ പ്രവാചകനെ ആമത്തിലിട്ട് കാവൽപുരമുറ്റത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ ഇതാ സൈന്യം ചുറ്റിനും വന്ന് പാളയമടിച്ചപ്പോഴും ഈ സത്യം മനസ്സിലാക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാതെ ഇരിക്കുന്നതായ ഒരു രാജാവും പ്രജകളും പ്രഭുക്കന്മാരും ജനങ്ങളുമാണ് നമ്മൾക്ക് കാണുന്നത്. ഇവരെയാണ് ദൈവം ബാബേലിൻ്റെ രാജ്യത്തിലേക്ക് അയക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ അവൻ അവിടെ കിടക്കുമ്പോഴാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: നിൻ്റെ ഇളയപ്പനായ ശെല്ലൂമിൻ്റെ മകൻ ഹനമയേൽ നിൻ്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എൻ്റെ നിലം വാങ്ങിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളതല്ലയോ എന്ന് പറയും. എന്നിട്ട്
9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അനാഥോത്തിലെ നിലം മേടിച്ചു, വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു, ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. അങ്ങനെ അവന് അനാഥോത്തിൽ തൻ്റെ സ്വന്തം ദേശത്ത് ഒരു സ്ഥലം സ്വന്തമായിട്ട് വാങ്ങിക്കുവാൻ ഇതാ ഒരു അവസരം ദൈവം നൽകുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഈ ജനങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. എന്നാൽ മറ്റ് ജനങ്ങൾക്കെല്ലാം വളരെ പരിഭ്രാന്തിയാണ്. ഇനിയും ശത്രു സൈന്യം വന്ന് ഇവിടെയെല്ലാം അടിച്ച് നിരപ്പാക്കുമ്പോൾ ഈ രാജ്യമെല്ലാം നശിച്ച് പോകും, ഓരോരുത്തർക്ക് ഇവിടെ താമസിക്കുവാനായിട്ട് കഴിയുകയില്ല, കൃഷി ചെയ്യുകയില്ല എന്നൊക്കെ ഉള്ളതായ കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ താമസിക്കും, ഒരു ശേഷിപ്പ്. ആ കൂട്ടത്തിൽ യെരമ്യാവും ഇവിടെ താമസിക്കുവാനുള്ളവനാണ്. അതുമാത്രമല്ല, ഇവരെല്ലാം മടങ്ങി വരുന്ന ഒരു കാലമുണ്ട്. ഈ ദേശം കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ട്. ജനങ്ങളൊക്കെ സമാധാനത്തോടെ മടങ്ങി വന്ന് ജീവിക്കുന്ന ഒരു കാലമുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ്. ആർക്കും സ്ഥലം വേണ്ടാതിരുന്നതായ സമയത്ത് നീ ഒരു സ്ഥലം വാങ്ങിച്ചോളുക എന്ന് പറഞ്ഞ് ദൈവം അവന് അനാഥോത്തിൽ തൻ്റെ സ്വന്തം ദേശത്ത് ഒരു സ്ഥലം തൻ്റെ പേരിൽ വാങ്ങിച്ച് ജനങ്ങളോട് പറയുകയാണ്, ഞാൻ അപ്രത്യാശയോടുകൂടെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ കാവൽപ്പുര മുറ്റത്ത് ആമത്തിൽ ഇട്ടിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അവനങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ നിലം വാങ്ങിക്കുന്നതായ കാര്യത്തോട് അനുബന്ധിച്ച് ഈ ചോദ്യങ്ങളൊക്കെ തനിക്കും അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ചോദ്യങ്ങളുള്ളപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്നുള്ള ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ മാനുഷികമായ ആലോചനകളൊക്കെ പല രീതിയിൽ പറയുമ്പോൾ അതിനൊന്നും ചെവി കൊടുക്കാതെ, എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ സയൻസും ഒക്കെ വിധി എഴുതി പറയുന്നതായ കാലങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറത്തായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ദൈവത്തിന് നമ്മളോട്, എന്നോടും നിന്നോടും സംസാരിപ്പാനുള്ള ഒരു വചനമുണ്ട്. അതാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ആ ചോദ്യത്തിന് മുമ്പിൽ, എൻ്റെ കർത്താവെ, നിനക്ക് കഴിയാത്ത യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സകല ഭാരങ്ങളും സകലവിധമായ വേദനകളും ദൈവസന്നിധിയിലേക്ക് വെച്ചാൽ അവൻ നമ്മൾക്ക് വേണ്ടി എല്ലാം നല്ലവണ്ണം ചെയ്യുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. 33-ന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത മഹത്തായ കാര്യങ്ങളുണ്ട്, അഗോചരമായ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത, നമ്മൾക്കറിയാൻ പാടില്ലാത്ത, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാൻ പാടില്ലാത്ത, നമ്മളുടെ ഡോക്ടേഴ്സിന് അറിയാൻ പാടില്ലാത്ത, നമ്മളുടെ സഹായിപ്പാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അറിയുവാൻ പാടില്ലാത്ത, ഓരോ ഫീൽഡിലും എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും. കാരണം അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. പ്രൈസ് ഗോഡ്. 33-ന്റെ 6-ാമത്തെ വാക്യം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ മനസ്സ് പതറാറുണ്ട്. ജീവിതത്തിൽ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിനൊരു രോഗസൗഖ്യമുണ്ടോ? ഇതിനെന്തെങ്കിലും പ്രതിശാന്തി ഉണ്ടോ കർത്താവേ എന്ന് ചോദിക്കുന്ന അവസരങ്ങളുണ്ട്. ഇതാ ദൈവത്തിൻ്റെ ആലോചന നമ്മളോട് പറയുവാനായിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി,
അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോരോ സന്ദർഭങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ഈ വചനവും നമ്മൾക്ക് ബലവും ഹോപ്പും പ്രത്യാശയും തരുന്നതാണ്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്നവനാണ്. എവിടെ നിന്ന് വരും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. എവിടെ നിന്ന് വരും? അവൻ്റെ വചനത്തിൽ കൂടെ വരും. അവൻ്റെ വായിൽ നിന്ന് വരും. അവൻ്റെ വായ അരുളിച്ചിട്ടുള്ളതായ ആ വചനമയച്ച് അവൻ നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും മാത്രമല്ല സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി. പലരുടെയും ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഒരു ദൈവ മകനെ മകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സമാധാനത്തിൻ്റെ സമൃദ്ധി വരും. സമാധാനം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കും. സമാധാനം മനസ്സിൽ നിറഞ്ഞിരിക്കും. അങ്ങനെ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. പലർക്കും സംശയമാണ്, എനിക്ക് സമാധാനമുണ്ടോ, സത്യം ഉണ്ടോ എന്ന് ഇത് വെളിപ്പെടുന്നില്ല. എന്നാൽ ദൈവം മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം വെളിപ്പെടുത്തി തരും. എനിക്ക് സമാധാനമുണ്ട്, ഈ ലോകത്തിൽ സമാധാനമുണ്ട്. ദൈവം മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്. ഈ ലോകത്തിൽ ഞാൻ സത്യത്തിന് വേണ്ടി ജീവിച്ചു. ഈ വരുന്ന ലോകത്തിലും സത്യമായി ഞാൻ നിന്നതുകൊണ്ട് സത്യമായ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നിൽക്കും എന്നുള്ളതായ വെളിപ്പാട് നമ്മൾക്ക് തന്ന് നമ്മളെ ഈ ലോകത്തിലും വരുവാനുള്ള കാലത്തിലും കർത്താവിൻ്റെ മുമ്പിലും നിർത്തുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുന്നത്. 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശൂന്യമായിരിക്കുന്ന യെരുശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതേ എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ ഭോഷ്ക പറയുന്ന പ്രവാചകന്മാരൊക്കെ ഓരോ രീതിയിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഇതാണ്. നിൻ്റെ ജീവിതത്തെ വീണ്ടും മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആഗ്രഹമുള്ള ദൈവമാണ്. കഴിവുള്ള ദൈവമാണ്. ദൈവം അതിനുവേണ്ടി നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് അത് നിവർത്തിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ ഈ ബാബേൽ രാജാവ് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു എങ്കിൽ തന്നെയും ഒരു ഫ്യൂച്ചർ ഹോപ്പ് ദൈവം പ്രവാചകനിൽ കൂടെ നൽകുകയാണ്. എന്താണ്? ഇനി ആനന്ദഘോഷമുള്ളതായ ഒരു സമയമുണ്ട്. സന്തോഷധ്വനി ഈ പട്ടണത്തിൽ മുഴങ്ങുന്ന സമയമുണ്ട്. ഇപ്പോൾ മണവാളിനും മണവാട്ടി ഒന്നുമില്ല എങ്കിൽ തന്നെയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുള്ളത് എന്ന് പറയുന്നതായ ഒരു സമയം വരുന്നു. ജനങ്ങളൊക്കെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതായ ഒരു സമയം വരുന്നു എന്നുള്ളതായ കാര്യമാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ യഹോവയുടെ അരുളപ്പാടായിട്ട് ജനങ്ങളെ അറിയിക്കുന്നത്. 34-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1-ാമത്തെ വാക്യം. ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും യെരുശലേമിനോടും അതിൻ്റെ എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സമയം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. യെരുശലേമിനോട് ഈ ബാബേൽ രാജാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് നടക്കുന്ന സംഭവമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. യെരമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യെഹൂദ രാജാവായ സിദക്കിയാവോട് പറയേണ്ടത്, പുറത്തുനിന്നും മതിലിന് ചുറ്റിനും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജാവ് കൊട്ടാരത്തിലുണ്ട്. സിദക്കിയ രാജാവ് ഒടുവിലത്തെ സമയമാണ്. അവിടേക്ക് നീ ചെല്ലണം. അവിടേക്ക് നീ എന്താണ് പറയേണ്ടത്?
പറയുന്നത്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവൻ്റെ കയ്യിൽ ഒഴിഞ്ഞു പോകാതെ പിടിപെട്ട് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. നീ ബാബേൽ രാജാവിനെ കണ്ണോട് കണ്ണ് കാണുകയും അവൻ വായോട് വായ നിന്നോട് സംസാരിക്കുകയും നീ ബാബേലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. എങ്കിലും യഹൂദ രാജാവായ സിദെക്കീയാവേ, യഹോവയുടെ വചനം കേൾക്ക. നിന്നെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ വാളാൽ മരിക്കയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധദഹനം കഴിച്ചതുപോലെ അവർ നിനക്ക് വേണ്ടിയും കഴിക്കും എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. യെരുശലേമിൽ യഹൂദ രാജാവായ സിദെക്കീയാവോട് ഈ കാര്യങ്ങളൊക്കെ പ്രവചിച്ചു, പ്രസ്താവിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ദൈവത്തിൻ്റെ ന്യായവിധി ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ കാവൽപ്പുരമുറ്റത്ത് ആമത്തിൽ കിടക്കുന്ന അവസരത്തിലും ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചതായ ഒരു മഹാനായ മനുഷ്യനാണ് ഈ യെരമ്യാവ് എന്ന് പറയുന്നത്. രാജാവ് അവനെ വിളിപ്പിച്ച് ദൈവത്തിൻ്റെ ഈ വചനം എന്താണെന്ന് ശത്രുക്കൾ പുറമേ നിൽക്കുമ്പോഴും ആവേശത്തോടുകൂടെ ഇങ്ങനെ അവൻ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും യാതൊരു ഭയവും കൂടാതെ യെരമ്യാവ് രാജാവിനോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ച് കേട്ടത്. 36 അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 36 അധ്യായത്തിൽ യെരമ്യാവിൻ്റെ പ്രവചനങ്ങളെല്ലാം ഒരു പുസ്തക ചുരുളിൽ എഴുതി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ബാരൂക്ക് എന്ന ഒരു എഴുത്തുകാരനാണ് ഈ പുസ്തക ചുരുളൊക്കെ എഴുതിയത്. അത് രാജാവിനെ വായിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ രാജാവ് അതൊക്കെയും ഒരു ചുരുളിൽ ഇട്ട് ചുരുള് വായിച്ച് കേട്ടതിന് ശേഷമായിട്ട് അവനത് നെരുപ്പോട്ടിലുള്ളതായ തീയിലിട്ട് അതെല്ലാം ബേൺ ചെയ്ത് കളയുന്നു എന്നുള്ളതായ കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അവിടെ എന്നാൽ വീണ്ടും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ ബാരൂക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ഈ യെരമ്യാവിൻ്റെ വചനങ്ങളൊക്കെ എഴുതുന്നത്. വീണ്ടും യെരമ്യാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമായിട്ട് ബാരൂക്കിനോട് പറഞ്ഞു, നീ വീണ്ടും വേറൊരു ചുരുൾ എടുത്ത് അതെല്ലാം എഴുതി സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നതായ കാര്യം നമ്മൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 39 അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ 9-ാം ആണ്ടിൽ 10-ാം മാസത്തിൽ, അപ്പോൾ 9 വർഷം സിദെക്കീയാവ് രാജാവായിട്ട് ഭരിച്ചു. ആ 9 വർഷം കഴിഞ്ഞ് 10-ാമത്തെ മാസത്തിലാണ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും യെരുശലേമിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. സിദെക്കീയാവിൻ്റെ 11-ാം ആണ്ടിൽ 4-ാം മാസം 9-ാം തീയതി നഗരത്തിൻ്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു. ബാബേൽ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരുമായ ആൾക്കാരെയെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മുമ്പേ കേട്ടതുപോലെ യെരുശലേം നഗരത്തിന് ചുറ്റും ഓൾമോസ്റ്റ് 1-2 വർഷങ്ങൾ കാലം അവിടെ ചുറ്റും അതിനെ നിരോധിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ടു, ക്ഷാമം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി. എന്നിട്ട് ഇവിടെ 39-ാമത്തെ വാക്യം നമ്മൾ പറയുമ്പോഴാണ് സിദെക്കീയാവിൻ്റെ 9-ാമത്തെ വർഷം രാജാവായിട്ടിരിക്കുമ്പോൾ ഈ യെരുശലേം രാജാവ് അല്ലെങ്കിൽ ബാബിലോൺകാർ ഈ യെരുശലേം മതിലിൻ്റെ ഒരു ഭാഗം കുത്തി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അതോടുകൂടെ പട്ടാളക്കാരെല്ലാം അകത്ത് കടന്നു. അവിടെ എല്ലാം അക്രമങ്ങൾ നടത്തി, തീ വെച്ചു, പട്ടണത്തെ പിടിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സിദെക്കീയ രാജാവ് എന്ത് ചെയ്തു? ഈ ആലോചനകളൊക്കെ കേട്ടെങ്കിൽ തന്നെയും സിദെക്കീയ രാജാവും കൂട്ടരും ജനങ്ങളും ഒന്നും ഇത് ഗണ്യമാക്കാതെ ഇരുന്നു കൊണ്ട് തുറന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 39-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സിദെക്കീയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. അവർ രാത്രിയിൽ രാജാവിൻ്റെ തോട്ടം വഴിയായിട്ട് 2 മതിലുകൾക്കും നടുവിലുള്ള വാതിൽക്കൽ കൂടെ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ആരാബ വഴിക്ക് പോയി. കൽദേയരുടെ സൈന്യം അവരെ പിന്തുടർന്നു. യെരിഹോ സമഭൂമിയിൽ വെച്ച് സിദെക്കീയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു. ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വിധി കൽപ്പിച്ചു. ഇപ്പോൾ ദൈവം വിധി കൽപ്പിക്കേണ്ടതിന് പകരം ഈ സിദെക്കീയ രാജാവിൻ്റെ വിധി ഈ നെബൂഖദ്നേസർ രാജാവാണ്
കൽപ്പിക്കുന്നത്. കാരണം അനുസരണക്കേട് മൂലം. എന്താണ്? ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച സിദെക്കീയാവിൻ്റെ പുത്രന്മാരെ അവൻ കൊന്നു. പുത്രന്മാരെ കൊന്നുകളഞ്ഞു അവൻ്റെ മുമ്പിൽ വെച്ച്. യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിൻ്റെ കണ്ണ് പൊട്ടിച്ചു. സിദെക്കീയ രാജാവിൻ്റെ കണ്ണ് പൊട്ടിച്ചു. ശിംശോൻ്റെ കണ്ണ് പണ്ട് പൊട്ടിച്ചതുപോലെ ഈ രാജാവ് കണ്ണ് പൊട്ടിച്ചു. ഇനിയിപ്പോൾ അവന് ഓടിപ്പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പം പറയുന്നത് കേട്ട് കണ്ണ് പൊട്ടനായിട്ട് രാജാവിൻ്റെ കയ്യിൽ ഒതുങ്ങി ജീവിക്കും. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനെ ചങ്ങലയിട്ട് ബന്ധിച്ചു സിദെക്കീയ രാജാവിനെ. അങ്ങനെ അവനെ ബാബേലിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യം എഴുതിയിരിക്കുന്നു. നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തൻ്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നെബൂസർഅദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, നേരത്തെ യെരമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങൾ ബാബിലോണിൽ വന്നതായ നെബൂഖദ്നേസർ രാജാവിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ അവരോടുകൂടെ പോകണം. നിങ്ങൾ 70 വർഷം അവിടെ താമസിക്കണം. നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അതിനുശേഷമായിട്ട് നിങ്ങളെ തിരികെ വിടും എന്നുള്ളതായ വാക്ക് കേട്ട് തൻ്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെ, കുറേ പേർ ഓടി ഈ ബാബിലോൺ പട്ടാളക്കാരുടെ അടുക്കേക്ക് വന്നു. ഞങ്ങളും അങ്ങോട്ട് വരാം, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അവിടെ വെച്ച് അവരെ ഒക്കെയും എന്ത് ചെയ്തു? ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ബാബേൽ രാജാവ് യിരെമ്യാവെക്കുറിച്ച്. 11-ാമത്തെ വാക്യം യിരെമ്യാവെക്കുറിച്ച്. യിരെമ്യാവ് അപ്പോൾ കാവൽപ്പുറത്ത് ഇങ്ങനെ ബന്ധിതനായിട്ട് കിടക്കുകയാണ്. കയ്യും കാലുമൊക്കെ ആമത്തിലിട്ടവനായിട്ട് കിടക്കുകയാണ്. എന്നാൽ ആ സമയങ്ങളിൽ ഒക്കെ ഈ നെബൂഖദ്നേസറും പട്ടാളമൊക്കെ ഈ യെരമ്യാവിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. ആ ചാരവൃത്തി അന്നത്തെ കാലത്തും ഉണ്ടല്ലോ. അങ്ങനെ CID ഒക്കെ അയച്ച ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഈ യെരമ്യാവ് നെബൂഖദ്നേസർ രാജാവിനോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ അവിടേക്ക് പോകണം, നിങ്ങൾ അവനോട് റിബല്യസ് ആകരുത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അവിടെയുണ്ട്, നിങ്ങൾ മടങ്ങി വരും എന്ന് പറയുന്നതായ ഒരു പ്രവാചകനായതുകൊണ്ട് അതങ്ങനെ അറിഞ്ഞുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് അവനോട് കരുണ കാണിക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർഅദാനോട് നീ അവനെ വരുത്തി എന്ന് പറഞ്ഞാൽ യെരമ്യാവിനെ വരുത്തി അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചിരുന്നു എന്ന് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 40-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യെരമ്യാവോട് പറയുകയാണ്, ഇപ്പോൾ ഇതാ നിൻ്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട, ഇതാ ദേശമൊക്കെ നിൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ സ്വതന്ത്രനായിട്ട് വിടുകയാണ്. എന്നാൽ യെരമ്യാവ് അവിടേക്ക് ബാബേലിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. കുറേ നാൾ തൻ്റെ ദേശമായ അനാഥോത്തിൽ പാർത്തു. അതിനുശേഷമായിട്ട് വീണ്ടും ഈ യഹൂദയിലുള്ളതായ ചില ജനങ്ങളെ ഒക്കെ നെബൂഖദ്നേസർ മിസ്രൈമിലേക്ക് മാറ്റി പാർപ്പിച്ചതായിട്ടും അവിടെ ആ കൂട്ടത്തിൽ അവിടേക്ക് പോയതായിട്ടുമായിട്ടുമാണ് ഇവിടെ നമ്മൾക്ക് യെരമ്യാവിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 40-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ യെരമ്യാവ് മിസ്പയിൽ അഹീമാക്കിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ ചെന്നു. അവനോട് കൂടെ ദേശത്തെ ശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ പാർത്തു എന്നാണ് യെരമ്യാവിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും ഈ ബാബിലോണിനെ കുറിച്ചുള്ളതായ ഒരു ചെറിയ വിവരണം കൂടെ ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. അത് ഇങ്ങനെയാണ്. 50-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം ഇത് പറയുന്നത്, ബാബിലോണിൻ്റെ കാര്യം പറയുന്നത്, അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ, ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു എന്നാണ് ഈ ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്രായേൽ മക്കൾ ഈ ദൈവത്തെ സേവിച്ച് ജീവിക്കേണ്ടതിന് പകരമായിട്ട് ജാതികളുടെ മര്യാദ അനുസരിച്ച് ബിംബങ്ങളെ സേവിക്കുവാനായിട്ട് പോയതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബിംബങ്ങളുടെ നാടായ
ഈ ബാബിലോണിലേക്ക് തന്നെ അവരെ അയച്ചു. നിങ്ങൾ ഈ ബിംബങ്ങളുടെ നാടായ ആ ദേശത്ത് പോയി ഭ്രാന്തന്മാരെ പോലെ അവിടെ പോയി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായിട്ടാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈവൻ നെബൂഖദ്നേസർ നിർത്തിയായ വലിയ ബിംബത്തെയൊക്കെ നമ്മൾക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. പ്രൈസ് ഗോഡ്. 51 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇതാണ്. 51:11. ദൈവത്തിൻ്റെ മറ്റൊരു കാര്യം, ഫ്യൂച്ചറിൽ നടക്കേണ്ടതായ കാര്യം യെരമ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന ഭാഗമാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 11 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അൻപ മിനുക്കുവിൻ, പരിച ധരിപ്പിൻ, യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു, ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവൻ്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ബാബിലോൺ രാജാവ് വന്നിട്ട് യഹൂദയിലുള്ളതായ ജനങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോകുന്നു. എന്നാൽ ചില വർഷങ്ങൾക്കകം ഇതാ മേദ്യ രാജാക്കന്മാരായ കോരേശ് രാജാവ് അവിടേക്ക് കടന്നു വരും, അവരെ നശിപ്പിക്കും. അവരെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചിട്ട് മേദ്യ പേർഷ്യ രാജ്യ അവിടെ സ്ഥാപിക്കും. അപ്പോഴാണ് വീണ്ടും ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കോരേശിൻ്റെ മനസ്സ് ഉണർത്തി വീണ്ടും ജനങ്ങൾ ഇവിടേക്ക് കടന്നു വരും, തിരിച്ചു വരുന്നുള്ളതായ പ്രവചനം ഇതാ യെരമ്യാവ് നേരത്തെ തന്നെ ഈ കാര്യം പ്രവചിച്ച് പറയുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒടുവിലത്തെ അധ്യായമായ 52 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു സമ്മറിയായിട്ട് ഈ ബാബിലോണിൽ വന്നതായ നെബൂഖദ്നേസർ രാജാവ് എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് എൻ്റെ ഒരു സമ്മറി എന്ന നിലയിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നെബൂഖദ്നേസറിൻ്റെ 19 ആണ്ടിൽ തന്നെ, നെബൂഖദ്നേസർ രാജാവ് 19 വർഷം അങ്ങനെ രാജാവായിട്ട് അവിടെ വാഴുമ്പോഴാണ് ഈ സംഭവം ഇവിടെ നടന്നത്. അവിടെ ബാബേൽ രാജാവിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നവനും അകമ്പടി നായനുമായ നെബൂസറാദാൻ യെരുശലേമിലേക്ക് വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞതായിട്ട് എഴുതിയിരിക്കുന്നു. യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വെച്ച ചുട്ടുകളഞ്ഞു. വാസയോഗ്യമല്ലാതെ എല്ലാം ചുട്ടുകളഞ്ഞ് ദേശത്തെ നശിപ്പിച്ച് കളഞ്ഞതായ അവസ്ഥ. ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. അപ്പോൾ ശത്രുക്കൾക്കെല്ലാം വേണ്ടവണ്ണം കയറി ഇറങ്ങി സ്വൈര്യവിഹാരം ചെയ്ത് യാതൊരുവിധമായ സ്വസ്ഥതയോ ഭദ്രതയോ ഇല്ലാതെ ഇസ്രായേൽ ജനങ്ങൾ ആയിത്തീർന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത് ആലയത്തിലെ കലങ്ങൾ, ചട്ടുകങ്ങൾ, കത്രികകൾ, കിണ്ണങ്ങൾ, തവികൾ, ശുശ്രൂഷയ്ക്കുള്ളതായ സകല താമ്ര ഉപകരണങ്ങളും അവർ എടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണുന്നു. എന്നിട്ട് ബാബിലോൺ രാജാവിൻ്റെ അവിടെ അറയിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതൊക്കെയും കോരേശ് രാജാവ് അതൊക്കെ എടുപ്പിച്ച് വീണ്ടും തിരികെ കൂട്ടിരുന്നതായിട്ടും അതൊക്കെ ദൈവത്തിൻ്റെ പ്രവചനം നിവൃത്തിയാകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൻ്റെ 23 വാക്യം നമ്മൾ വായിക്കുമ്പോൾ 23 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നെബൂഖദ്നേസർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനം 7-ാം ആണ്ടിൽ 3223 യഹൂദന്മാർ. നെബൂഖദ്നേസറിൻ്റെ 18-ാം ആണ്ടിൽ അവർ യെരുശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ 832 പേര്. നെബൂഖദ്നേസറിൻ്റെ 23-ാം ആണ്ടിൽ അകമ്പടി നായകനായ നെബൂസർആദാൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ യഹൂദന്മാർ 745 പേർ. ഇങ്ങനെ ആകെ 4600 പേരായിരുന്നു. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ പ്രവാസത്തിൻ്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 25-ാം തീയതി ബാബേൽ രാജാവായ ഏവിൽ മെരോക്ക് തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീമിനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് ഒടുവിലായിട്ട് സംഭവിച്ചത്. രാജാക്കന്മാരൊക്കെ കാരാഗൃഹത്തിൽ ആയിപ്പോകുന്നു. ചിലരെയൊക്കെ കൊന്നു, രാജപുത്രന്മാരെയൊക്കെ കൊന്നു, രാജാവിൻ്റെ വെപ്പാട്ടിമാരെയും ഭാര്യമാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയതായിട്ടുള്ള സംഭവങ്ങളാണ് ഒടുവിൽ നമ്മൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ചുരുക്കമായിട്ട് നമ്മൾ ഇന്ന് യെരമ്യാവിൻ്റെ ചരിത്രം ഈ പ്രവചനത്തിൽ നിന്നും പഠിച്ചു. 52 അധ്യായങ്ങൾ ഉള്ളതായ ഈ പുസ്തകത്തിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ തുടർന്നും പഠിക്കുവാനായിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു സ്പീഡ് ജേർണി ആയിരുന്നത് കൊണ്ട് അവിടങ്ങളിലായിട്ട് ടച്ച് ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ യെരമ്യാവ് എന്ന് പറയുന്നത്
വളരെ കണ്ണുനീര് ഒഴുക്കുന്നതായ ഒരു പ്രവാചകനായിരുന്നു. ഹൃദയ തകർച്ചയുള്ള പ്രവാചകനായിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു. ദൈവം കൊടുക്കുന്ന വാക്കുകൾ അതേ പടുതി കൊണ്ട് രാജാക്കന്മാരുടെ മുമ്പിൽ, ദേവാലയത്തിൻ്റെ മുമ്പിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ, പ്രമാണികളുടെ മുമ്പിൽ, പ്രമാണികളുടെയും പൊളിറ്റീഷ്യൻസിൻ്റെയും ഒക്കെ മുമ്പിൽ അതെല്ലാം അതുപോലെ വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ്. ഈ പ്രവചനം മൂലം വളരെയധികം കഷ്ടപ്പാടിൽ കൂടെ കടന്നുപോയവനാണ്. ആമത്തിൽ കടന്നവനാണ്, കാരാഗ്രഹത്തിൽ കടന്നവനാണ്. ഈ കുഴിയുള്ളതായ പൊട്ടക്കിണറ്റിൽ കെട്ടിയിറക്കി ആ ചെടിയൊക്കെ ദേഹത്ത് പിരണ്ട് കിടന്നതായ ഒരു മനുഷ്യനാണ് അവൻ എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നതിനുള്ളതായ സമയം കിട്ടിയില്ല. എന്നാൽ ഇതൊക്കെയും ദൈവത്തിൻ്റെ അരുളപ്പാട് വളരെ വിശ്വസ്തയോടുകൂടി അവൻ ചെയ്തതിനാൽ, ആ രാജ്യത്തിന് വേണ്ടി നിന്നതിനാൽ, ദൈവത്തിൻ്റെ നാവായിട്ട് അവൻ നിന്നതിനാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായി. അവൻ്റെ 52 പുസ്തകങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. അതിനുശേഷമായിട്ട് വിലാപങ്ങൾ എന്നുള്ള പുസ്തകം നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുന്നതായിരിക്കും. ഈ കേട്ടതുപോലെ നമ്മളും നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നേരോടെ സത്യത്തോടെ നിൽക്കുക. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഒക്കെ വന്നാൽ തന്നെയും അതിനെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയാൽ നമ്മൾക്ക് സമാധാനവും സത്യവും നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസാണ്. നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും നമ്മളുടെ ദൈവത്തിൻ്റെ വചനമൊക്കെയും നമ്മൾ കഴിയുന്നതോടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത ആഴ്ച നമ്മളുടെ വിലാപങ്ങളുടെ പുസ്തകവുമായിട്ട് നമ്മൾക്ക് വീണ്ടും പഠിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.